السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العلي العظيم. ഈ ജംഇയ്യത്തിൻ്റെ അമരക്കാരനും സയ്യിദുൽ ഉലമയുമായ സയ്യിദ്ന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ അവറുകളെ, ഈ വേദിയിലുള്ള മറ്റ് സാദാത്തുക്കളെ, ഉലമാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളായ ഗുരുവര്യന്മാരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട ഉമറാക്കളെ, പോഷക ഘടകങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളെ, പ്രിയപ്പെട്ട സംഘടനാ സഹപ്രവർത്തകരായ യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ സ്ഥാപക ദിനം ഇവിടെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമായി ഇന്നത്തെ ദിവസം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം തികയാൻ 2 വർഷം കൂടി ബാക്കിയുണ്ടെങ്കിലും ക്രിസ്തുവർഷപ്രകാരമാണ് 100 വർഷം തികയാൻ 2 വർഷം ആവശ്യമായിട്ടുള്ളത്. ഹിജറ വർഷപ്രകാരം 103 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കി തരുന്നത്. 101 വർഷം പൂർത്തിയായി എന്നാണ് മഹാനായ MT ഉസ്താദ് അവറുകൾ ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ അടുത്തിരിക്കുന്ന ഈ മഹത്തായ ജംഇയ്യത്ത് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ലോക ജനതയുടെ അഥവാ ഈ ഉമ്മത്തിൻ്റെ മനസ്സിൽ ഏറെ പ്രതിഷ്ഠ നേടിയ ഒരു മഹത്തായ സംഘടനയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഈ ഉമ്മത്ത് ഉറ്റുനോക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനം എന്താണെന്ന് 2 കാതും കൂർപ്പിച്ച് കേൾക്കാൻ ജനലക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ടതാണ്. ഏത് നട്ടപ്പാതിരാക്കും, ഏത് ഓണം കോറാമൂലയിലേക്കായിരുന്നാലും സമസ്ത വിളിച്ചാൽ ഓടിയെത്തുന്ന ജനലക്ഷങ്ങളെയാണ് നമുക്ക് ഒരുപാട് അനുഭവത്തിലൂടെ വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വലിയ അംഗീകാരം നേടിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇനിയും ഈ അംഗീകാരം ഉയർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അപ്രകാരമാക്കി തീർക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഈ അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നത് നാം വിലയിരുത്തുമ്പോൾ നമ്മുടെ ഉപഹാര സമർപ്പണം നടത്തുന്ന വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ പ്രിൻസിപ്പാൾ ബഹുമാന്യരായ ഷെയ്ഖ് അബ്ദുൽ ഹമീദ് ഹസറത്ത് ഉസ്താദ് അവറുകൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇത്രമാത്രം അംഗീകാരം ഉണ്ടാവുകയും ഒട്ടനേകം പ്രതിസന്ധികളും പ്രയാസങ്ങളും തടസ്സങ്ങളും അതിജീവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നാൾക്ക് നാൾ ഉയരുകയും വളരുകയും ചെയ്യുന്നത് അത് അള്ളാഹുവിൻ്റെ അസലിയായ തീരുമാനമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖിയാമത്ത് നാൾ വരുന്നത് വരെ ഒരു ഹക്കിൻ്റെ തായിഫത്ത് ഇവിടെ വിജയിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഹക്കിൻ്റെ ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ അതിജീവിച്ചുകൊണ്ട് തന്നെ വിജയിച്ചുകൊണ്ട് തന്നെ അതിവിടെ നിലനിൽക്കും. ആ ഹക്കിൻ്റെ തായിഫത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ഹക്ക് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഹക്ക് സ്വീകരിച്ചവരാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത്. ആ സ്വഹാബത്ത് ഹക്കായ മുഅ്മിനീങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് വല്ലദീന ആവവ വനസറു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. സത്യവിശ്വാസികളായ സ്വഹാബത്തിനെ കുറിച്ച്, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഹക്കായ മുഅ്മിനീങ്ങളാണെന്നാണ്. ആ ഹക്കായ മുഅ്മിനീങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടിയുള്ള ഒരു കൂട്ടായ്മക്കാണല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅ തന്നെയാണ് ഹക്കായ ത്വായിഫത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് പ്രശസ്തരും പ്രഗത്ഭരുമായ അയിമ്മത്തുകളും മശായിഖുകളും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അണിനിരന്നവരാണ്. അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാരാണ്. മശായിഖുകളായ ബഹുമാനപ്പെട്ട മശായിഖന്മാരായ ത്വരീഖത്തിൻ്റെ മശായിഖന്മാർ അവരെല്ലാവരും തന്നെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅയിലാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് ഇവിടെ ഹക്കായ ത്വായിഫത്ത്. ആ ത്വായിഫത്ത് ഇവിടെ ഖിയാമത്ത് നാൾ വരെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വിജയിച്ച് മുന്നേറുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു തീരുമാനിക്കുകയും ആ തീരുമാനത്തെ ഈ ലോകത്തോട് വിളംബരം ചെയ്തത് സ്വാദിഖുൽ മസ്ദൂഖായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിനെ പ്രബോധനം ചെയ്തുകൊണ്ട് 100 വർഷം പൂർത്തിയാവുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് ഹക്കിൻ്റെ തായിഫത്താണ്. ആ തായിഫത്തിൽപ്പെട്ടവരാണ് ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം സത്യവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ അത് വിജയിക്കുക തന്നെ ചെയ്യും, അത് ഉയരുക തന്നെ ചെയ്യും, വളരുക തന്നെ ചെയ്യും. ആർക്കും അതിനെ തടുത്തു നിർത്താൻ സാധ്യമല്ല എന്നത് വളരെ കൃത്യമായ സത്യമാണെന്ന് നമുക്കേവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനമനസ്സുകളിൽ ഇടം നൽകപ്പെട്ട പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമുദായത്തിന് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിലൂടെ അവർക്ക് യഥാർത്ഥമായ വഴി നടത്തിയിരിക്കുകയാണ്. അത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു. അതിനാവശ്യമായ പല പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ സഹായങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് അതിൻ്റെ ഗതകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും.
ബഹുമാനപ്പെട്ട സമസ്ത ജംഇയ്യത്തുൽ ഉലമ പല പ്രയാസങ്ങളും നേരിട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനസ്വാധീനമുള്ള സാദാത്തുക്കളെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സഹായകമായി അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നത് ഒരു വലിയ സത്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമസ്ത ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ പ്രയാസങ്ങൾ നേരിട്ടിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്യുന്നതിൽ നമ്മോടൊപ്പം ഉറച്ചു നിന്ന സാദാത്തുങ്ങൾ നമുക്കറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വേദിയിലേക്ക് കടന്നു വരുന്നു. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിലെ ഉന്നത ശീർഷരായ സാദാത്യങ്ങളുടെ ഒരു വലിയ പിന്തുണയും ഒരു വലിയ സഹായവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ, പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അടങ്ങിയ ഒരു വലിയ സാദാത്തുക്കളുടെ നിര ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പരിപൂർണ പിന്തുണ നൽകുകയും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ എല്ലാ അർത്ഥത്തിലും വളർത്തുന്നതിൽ അവരുടെ പങ്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കൂടെ നിന്നുകൊണ്ട് അതിന് വേണ്ടപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും വളരെ സഹായത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയും ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം നിന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ. സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പോലെയുള്ളവർ ഈ സംഘത്തോടൊപ്പം തന്നെയാണ് അണിനിരന്ന് പ്രവർത്തിച്ച് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇങ്ങനെയുള്ള സഹായങ്ങളെ കൊണ്ട് സഹായിച്ചത് കൊണ്ടാണ് ഈ സംഘം അല്ലെങ്കിൽ ഈ മഹത്തായ ഉലമാ സംഘടന നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ സമുദായത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത സംവിധാനിച്ചിട്ടുണ്ട്. മദർസ സംവിധാനങ്ങൾ നമുക്കറിയാം. വിദ്യാഭ്യാസ മേഖലയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി 11,000-ഓളം മദർസകളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ വിഭാഗം മക്കളെയും അവർക്ക് ദീനീ വിജ്ഞാനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലൂടെ നൽകുന്നതിന് സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അൽബിർ, ആസ്മി എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികളും അതുപോലെയുള്ള ഒരുപാട് പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നെടും തൂണുകളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, ബഹുമാനപ്പെട്ട മുഅല്ലിമിങ്ങൾ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. അവരുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും ബഹുമാനപ്പെട്ട സമസ്തക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മഹല്ല് ശാക്തീകരണത്തിന്റെ ഭാഗമായി SMF, യുവജന വിദ്യാർത്ഥികൾക്ക് വേണ്ടി SKSSF-ഉം SYS-ഉം ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിൽ മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ദേശീയ തലത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതി വ്യാപിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശുഭസൂചനകളാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. SNEC എന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിമഹത്തായ വിദ്യാഭ്യാസ നവീന പദ്ധതി അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി വലിയ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 90-ാം വാർഷികത്തിൽ ആരംഭിച്ചിരിക്കുന്ന അൽബിർ ഇന്ന് 400 ചില്ലാനം മദർസകളും സ്കൂളുകളുമായി അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസപരമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ ഏത് പദ്ധതികളും 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഈ ഉമ്മത്ത്
സന്നദ്ധരായിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ സംരംഭം നാൾക്ക് നാൾ വിജയിക്കുക തന്നെ ചെയ്യും. അത് ഉയരുക തന്നെ ചെയ്യും. അതിവിടെ ഉയരുക തന്നെ വേണം. എങ്കിലേ ഇവിടെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമായ സുന്നത്ത് ജമാഅത്തിലൂടെ ഈ സമൂഹത്തെ നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ സംഘടനയെ നയിച്ചിരിക്കുന്നത് മഹാന്മാരായ സാദാത്യങ്ങളാണ്, അതുപോലെ തന്നെ മഹാപണ്ഡിതന്മാരുമാണെന്ന് നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട ബാലവി സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവറുകൾ തുടങ്ങി ഒരുപാട് സാദാത്യങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാര്യദർശികളായി പദവിയിലിരുന്ന പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ, ഏറെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യത്തെ മുഷാവറ യോഗത്തിൽ സംബന്ധിച്ച റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങിയ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സാദാത്യങ്ങളും സ്വാലിഹീങ്ങളുമാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇന്ന് വരെ നയിച്ചുകൊണ്ടേയിരുന്നിരുന്നത്. ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നേതാവ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ അവറുകൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരുടെ നേതൃത്വത്തിലാണ് ഈ മഹത്തായ സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇനിയും ഈ സംഘടന വളർന്നുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കൊണ്ടും ഇന്ത്യൻ ജനാധിപത്യത്തിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടും ഒരു വിഘടനവാദമോ ഒരു വിധത്തിലുള്ള മറ്റ് തീവ്രവാദങ്ങളോ ബഹുമാനപ്പെട്ട സമസ്തയുടെ അജണ്ടയിലില്ല. ഇന്ന് വരെ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു പെറ്റിക്കേസ് പോലും ബഹുമാനപ്പെട്ട സമസ്തക്ക് നേരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്വീകരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ ഏറെ സന്തോഷകരമായിട്ടുള്ളത്. അതുകൊണ്ട് തികച്ചും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തിനെയും ഇവിടുത്തെ മതസൗഹാർദ്ദങ്ങളെയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഇനിയും വളരണം. എങ്കിലേ ഇവിടെ വർഗീയത തുടച്ചു നീക്കാൻ കഴിയുള്ളൂ. എങ്കിലേ ഇവിടെ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ഈ മഹത്തായ സംഘടനക്ക് ബാഹ്യമായ പിന്തുണ മാത്രമല്ല, അഭൗമികമായ പല പിന്തുണകളും സഹായങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊരു സമാന്തര സമസ്ത ഉണ്ടാക്കിയപ്പോൾ ആ സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്ന് വാദിക്കാൻ വേണ്ടി എവിഡൻസുകൾ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ സമസ്തയുടെ റിക്കാർഡുകൾ ഹാജരാക്കി ഞങ്ങളാണ് സമസ്തയുടെ യഥാർത്ഥ നായകർ എന്ന് വാദിക്കാൻ കോടതിയിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ റിക്കാർഡുകൾ ഹാജരാക്കാൻ തന്ത്രപരമായി ചില പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ പാതിരാ സമയത്ത് വെള്ളിമാട് കുന്നിലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയിരുന്ന് പാതിരാ സമയത്ത് സമസ്തയുടെ ഓഫീസിൽ വന്ന് റിക്കാർഡുകൾ മുഴുവനും എടുത്ത് തൻ്റെ വണ്ടിയിൽ വെച്ച് തൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതിനെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഈ റിക്കാർഡുകൾ കൈക്കലാക്കാൻ ചിലർ വന്നപ്പോൾ അളുമാറ മുഴുവനും കാലിയായിരിക്കുകയാണ്. എല്ലാ റിക്കാർഡുകളും ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാമിലൂടെ ഈ മഹത്തായ സംഘടനയെ സംരക്ഷിക്കാൻ കൽപ്പിക്കുകയും അതനുസരിച്ച് മഹാനായ ഷെയ്ഖുന നീങ്ങുകയും ചെയ്തപ്പോൾ ഈ സംഘടന സുഭദ്രമായി ഇന്നും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി എല്ലാവിധ ഔദ്യോഗിക രേഖകളും അടങ്ങുന്ന ഒരു മഹത്തായ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത. അതുകൊണ്ട് തന്നെ ഇതിനെ പരാജയപ്പെടുത്താൻ, ഇതിനെ ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല എന്നത് വളരെ കൃത്യമായ കാര്യമാണ്.
ഇതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹുവിന്റെ മശായിഖമാർ അവരെ കൂച്ചുവിലങ്ങിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹത്തായ സംഘടന അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി എന്തെങ്കിലും പോറൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ സമുദായമാണ് പോറൽ ഏൽക്കുന്നത്. ഈ മഹത്തായ ഇസ്ലാം ദീനാണ് പോറലേൽക്കുന്നത്, ക്ഷീണമേൽക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും അതിന് പോറലേൽക്കത്തക്ക വിധത്തിലുള്ള കമാൻഡുകളോ സോഷ്യൽ മീഡിയകളോ അഭിപ്രായ പ്രകടനങ്ങളോ ആരിൽ നിന്നും ഉണ്ടാവരുത് എന്ന് ഞാനടക്കമുള്ള പ്രവർത്തകന്മാരോട് ഹൃദയപൂർവ്വം വളരെ അധികം ബഹുമാനത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുന്ന പ്രവണതയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഈ മഹത്തായ സംഘടനയുടെ ഐക്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇതിനെ ഭദ്രമായി നിലനിർത്താൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഈ ത്വായിഫത്തിനെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു ബന്ധപ്പെട്ടവർക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ നേതൃസംഗമത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട MK മൊയ്തീൻകുട്ടി മുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് മഹാനവറുകളെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രാർത്ഥന നടത്തി അനുഗ്രഹിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ വൈസ് പ്രസിഡന്റ് കൂടി ആയ ബഹുമാനപ്പെട്ട MP കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നെല്ലായ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരായ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. മഹാനവറുകളെയും ആദരവോടുകൂടി ഈ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു തരുന്നത് നമ്മുടെ സയ്യിദുൽ ഉലമയായ, ഈ സംഘത്തിന്റെ അധ്യക്ഷനും കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ അവറുകളാണ്. മഹാനവറുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകുമാറാവട്ടെ. ഈ സാദാത്തുക്കൾക്കെല്ലാം ഈ സമുദായത്തെ നയിക്കാനുള്ള എല്ലാവിധ കഴിവുകളും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ബഹുമാനപ്പെട്ട പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവറുകളാണ്. മഹാനവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തും. മഹാനവറുകൾക്കും ബഹുമാന പുരസ്സരം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഏതാനും ഉപഹാര സമർപ്പണം നടക്കുന്നുണ്ട്. ഉപഹാര സമർപ്പണം നടത്തുന്നത് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പാളും മഹാപണ്ഡിതനും സൂഫി വര്യനുമായ ബഹുമാനപ്പെട്ട അഷേഖ് അബ്ദുൽ ഹമീദ് ഹസ്രത്ത് അവറുകളാണ്. മഹാനവറുകൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. മഹാനവറുകളെയും ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഷെയ്ഖ് അവറുകളുടെ ഹസ്രത്തിന്റെ നസീഹത്തും ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ഇവിടെ വിഷയാവതരണം നടത്തുന്നത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിമാരിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന MT അബ്ദുള്ള മുസ്ലിയാർ അവറുകളാണ്. മഹാനവറുകളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സംഗമത്തിൽ നമ്മെ അഭിസംബോധനം ചെയ്യുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, PK മൂസക്കുട്ടി ഹസ്രത്ത്, K ഉമർ ഫൈലി മുക്കം, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് തുടങ്ങിയവരാണ്. അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വേദിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പർമാരായ ബഹുമാനപ്പെട്ട KT ഹംസ മുസ്ലിയാർ, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദിവി കൂരിയാട്, വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, PK ഹംസക്കുട്ടി മുസ്ലിയാർ അതിർശ്ശേരി, TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ, V മൂസക്കോയ മുസ്ലിയാർ, താക്ക അഹമ്മദ് മൗലവി, മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, KPC തങ്ങൾ വല്ലപ്പുഴ, K ഹൈദർ ഫൈസി പനങ്ങാങ്ങര, KKP അബ്ദുള്ള മുസ്ലിയാർ, BK അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബംബ്രാണ, ഉസ്മാൻ ഫൈസി
തോടാറ് സയ്യിദ് ഫതഹുല്ലാ മുത്തക്കോയ തങ്ങൾ ലക്ഷദ്വീപ് എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണമെന്നില്ല. ഞാൻ പേര് വായിക്കുകയാണ്, ഏതാണ്ടൊക്കെ ആളുണ്ട്. ഏതായിരുന്നു എല്ലാവരും? MP മുസ്തഫൽ ഫൈലി, IB ഉസ്മാൻ ഫൈലി, ES ഹസൻ ഫൈസി, മാഹിൻ മുസ്ലിയാർ തൊട്ടി, MM അബ്ദുള്ള ഫൈസി എടപ്പാല, NK അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണിയൂർ, PM അബ്ദുസ്സലാം ബാക്കവി വടക്കേക്കാട്, MV ഇസ്മായിൽ മുസ്ലിയാർ, ഡോക്ടർ CK സൈദാലിക്കുട്ടി മുസ്ലിയാർ കോറാട്, അസ്ഹർ അലി ഫൈസി പട്ടിക്കാട്, CK അബ്ദുറഹിമാൻ ഫൈലി അരിപ്ര, അബൂബക്കർ ദാരിമി ഒളവണ്ണ, PP അബ്ദുസ്സലാം ദാരിമി ആലമ്പാടി, ഡോക്ടർ NAM അബ്ദുൽ ഖാദർ, EU മുഹമ്മദ് ഷാഫി ചമ്മാട്, മൊയ്തീൻ ഫൈസി മുത്തനഴി, അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, MC മായിൻ ഹാജി, ഇസ്മായിൽ കുഞ്ഞു ഹാജി മാന്നാർ, KH കോട്ടപ്പുഴ, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, നാസർ ഫൈസി കൂടത്തായി, OPM അഷ്റഫ് കുറ്റിക്കടവ്, സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അൽ ഹൈദറോസി മേലാറ്റൂർ, സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ എന്നിങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മുടെ വിശിഷ്ടാതിഥികളായി വേദിയിലുള്ളത്. അതോടൊപ്പം തന്നെ വേദിയിലും സദസ്സിലും ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരെയും ഈ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും പേര് പറയുന്നത് സമയദൈർഘ്യം ഭയന്നുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഉമറാക്കൾ ഉലമാക്കളായ നമ്മുടെ സംഘടനാ സഹപ്രവർത്തകർ വളരെ നിറഞ്ഞ ഒരു സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് അനുഗ്രഹീതമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടികൾ പകർത്തുന്നതിന് നമ്മുടെ മീഡിയ സുഹൃത്തുക്കളും ഇവിടെ ഹാജരായിട്ടുണ്ട്. എല്ലാവരെയും ബഹുമാന പുരസ്സരം ഈ മഹത്തായ സംഗമത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങളവറുകളോട് ഈ മഹത്തായ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു തരാൻ ആദരവോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.